പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഈ മത്തങ്ങയുടെ വെയിറ്റ് പറയുവാണെങ്കിൽ ഞാൻ കടയിൽ നിന്ന് 1/2 കിലോ മത്തങ്ങയാണ് മേടിച്ചത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തതാണ് ഇത്. കപ്പ് സൈസാണ് പറയുന്നെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം 2 കപ്പ്. ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിടണം. കുറച്ചുപ്പ്, പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഈ മത്തങ്ങ നല്ലതായിട്ട് വേവണം. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഈ മത്തങ്ങ വേവുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് തേങ്ങ എടുക്കണം. ഇതിലോട്ട് 2 പിഞ്ച് ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇത് അരയാൻ വേണ്ടി മാത്രം ഒന്ന് കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മത്തങ്ങ ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതുകൊണ്ടില്ലേ ചെറുതായിട്ടേ ഉള്ളൂ വെള്ളം, അത്രയും വറ്റിക്കണം. ഇതൊന്ന് ഉടച്ചെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കാവൂ. ഇനി അരപ്പിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോകണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂൺ വരുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിക്ക് പിടിക്കും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോട്ടെ, അതുവരെ ഒന്ന് ഇളക്കണം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് ആറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ ചേർത്ത് കൊടുത്താലേ തൈര് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. ഇതിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ആവശ്യത്തിന് പുളിയുള്ള തൈര് എടുത്തേക്കുന്നത്. പച്ചടിക്ക് വേണ്ടി തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരും അതുപോലെ തീരെ പുളിയില്ലാത്ത തൈരും എടുക്കരുത്. ആവശ്യത്തിന് പുളി വേണം. ഇപ്പം ഞാൻ അങ്ങനത്തെ തൈര് എടുത്തേക്കുന്നത്. ഇത് ഞാനൊന്ന് ഉടച്ചെടുത്തേക്കുക. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് തീ കുറച്ച് വെച്ചോണ്ട് ഇതൊന്ന് ഇളക്കണം. ഇത് തിളക്കരുത്, ഒന്ന് ചൂടാവുകയാകാവും. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ മത്തങ്ങയ്ക്കകത്ത് ശകലം ഉപ്പിട്ടായിരുന്നു. ഇപ്പം നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് പുളിയുള്ള 2 കപ്പ് കട്ട തൈരാണ് ചേർത്ത് കൊടുത്തത്. അതായത് പച്ചടി റെഡിയായി കഴിയുമ്പോൾ ചെറുതായിട്ട് പുളി അറിയണം. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര. ഇത് ഓപ്ഷണലാണ്. ഷുഗർ പ്രോബ്ലം ഉള്ളവരാരും ഇത് ഇടണമെന്നില്ല. ഈ പഞ്ചസാര ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പച്ചടി ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടില്ലേ, തിളയ്ക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് വറുത്തൊഴിക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലിരിക്കണം പച്ചടി, കുറച്ച് തിക്കായിട്ട്. അപ്പോൾ തൈരൊക്കെ എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള തൈരായിരിക്കണം എടുക്കുന്നത്. ഇത് കടുക് വറുക്കുന്നതിന് വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിലോട്ട് 1 നുള്ളു ഉലുവാപ്പൊടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക.
പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻസ് ഒക്കെ അറിയിക്കണം. താങ്ക് യു.